ഈ കർണാടകത്തിലോട്ടൊക്കെ വരുന്ന പല കുട്ടികളും ഫേസ് ചെയ്യുന്നത് ഒരു ക്യാമ്പസ് ലൈഫ് എന്ന് പറയുന്നത് വളരെ ചുരുക്കം കോളേജസിന് മാത്രമേ ഉള്ളൂ. നഴ്സിംഗ് കോളേജൊക്കെ ചില കോളേജസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ഇത് കോളേജ് ആണോ എന്ന് വരെ നമ്മൾ ചോദിച്ചു പോകും. ഇത് എന്ന് പറയുന്നത് ഭാരതി എന്ന് പറയുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് ആണ്. പഠിക്കുന്ന സമയത്ത് പാരന്റ്സിന് എത്രത്തോളം നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഹായ് ഗൈസ്, ഹയർ എഡ്യൂക്കേഷൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് മൈസൂരിലുള്ള ഭാരതി കോളേജാണ് വന്നിട്ടുള്ളത്. നമ്മുടെ കൂടെ അമിൽ സാർ ഉണ്ട്. ഭാരതി കോളേജിൽ മലയാളി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് 5 വർഷമായിട്ട് അഡ്മിഷൻ കോർഡിനേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുവാണ് അമിൽ സാർ. ശരിക്കും നമ്മളിപ്പം ഭാരതി കോളേജിൽ നിൽക്കുമ്പം എന്താണ് ശരിക്കും ഭാരതി കോളേജ്? എങ്ങനെയാണ് ഒരു വിദ്യാർത്ഥിക്ക് ഭാരതി കോളേജിനെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത്? ഭാരതി കോളേജ് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇതൊരു ഒറ്റ ക്യാമ്പസ് അല്ലത്. അതായത് ഒരു കോമ്പൗണ്ടിന്റെ ഉള്ളില് ഒരുപാട് കോളേജുകളുണ്ട് നമുക്ക്. കാരണം ഭാരതി എഡ്യൂക്കേഷൻ ട്രസ്റ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഭാരതി എഡ്യൂക്കേഷൻ ട്രസ്റ്റ് എന്ന് പറയുന്നത് ആദ്യമായിട്ട് ഇത് തുടങ്ങിയത് 1962 ജി മഡേഗൌഡ പുള്ളിക്കാരനാണ് കോളേജ് തുടങ്ങിയത്. പുള്ളി കർണാടകത്തിലെ ഒരു മിനിസ്റ്റർ ആയിരുന്നു. ഇപ്പൊ നിലവിൽ പുള്ളിയുടെ മകൻ ഇപ്പൊ ഇവിടുത്തെ MLA ആണ്. പുള്ളിയുടെ പേരാണ് മധു ജി മഡേഗൌഡ എന്ന് പറയും. പുള്ളിയുടെ അണ്ടറിലാണ് ഇപ്പൊ കോളേജ് പോകുന്നത്. അപ്പോ ഭാരതി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് 1962 സ്ഥാപിതമായിട്ടുള്ള എഡ്യൂക്കേഷൻ ട്രസ്റ്റ് ഓഫീസാണ്. നമ്മുടെ ഇവിടുത്തെ ലോക്കൽ ആൾക്കാർക്ക് ഉന്നത വിദ്യാഭ്യാസം എഡ്യൂക്കേഷനിൽ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു സ്ഥാപനമാണ് ഭാരതി എന്ന് പറയുന്നത്. നിലവിൽ ഇപ്പൊ ഭാരതിയുടെ അണ്ടറിൽ ഒരുപാട് സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിലവിൽ ഇവിടെ പഠിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ മലയാളി കുട്ടികൾ ചൂസ് ചെയ്യുന്നത് ഫാർമസി, അത്യാവശ്യം നല്ല ഡിമാൻഡാണ്. അതുപോലെ തന്നെ നഴ്സിംഗ് കോളേജ് അത്യാവശ്യം നല്ല ഡിമാൻഡാണ്. അലൈഡ് ഹെൽത്ത് സയൻസും ഫിസിയോതെറാപ്പിയിലും മലയാളി കുട്ടികളാണ് കൂടുതലും. മലയാളി കുട്ടികൾ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളാണ്. ഇത് മാത്രമല്ല, ഭാരതി എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ അണ്ടറിൽ നമുക്കിപ്പോ ഇത് ജി മഡേഗൌഡ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, അതായത് എഞ്ചിനീയറിംഗ് കോളേജ് ആണ് ഇത് വരുന്നത്. അതുപോലെ തന്നെ ഭാരതി പോളിടെക്നിക് കോളേജ് വരുന്നുണ്ട്. പിന്നെ ഭാരതി ഫാർമസി കോളേജ് വരുന്നുണ്ട്. ഫാർമസി കോളേജിൽ B.Pharm വരുന്നുണ്ട്, M.Pharm വരുന്നുണ്ട്, PharmD വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ ഫാർമസി വരുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് ഇപ്പൊ ഈ വർഷം ഭാരതി ലോ കോളേജ് വന്നു. നമുക്ക് ഗവൺമെന്റ് അപ്രൂവൽ കിട്ടി. ഭാരതി ലോ കോളേജ് ഇനി മുതൽ ഇവിടെ BBA, BCom, LLB-കള് ഈ വർഷം തൊട്ട് ഉണ്ടാവും. LLB കോഴ്സുകളും ഉണ്ടാവും. പിന്നെ ഭാരതി നഴ്സിംഗ് കോളേജ് ഉണ്ട്. നഴ്സിംഗ് കോളേജിൽ BSc നഴ്സിംഗ് ഉണ്ട്. BSc നഴ്സിംഗും അതുപോലെ തന്നെ MSc നഴ്സിംഗും അവൈലബിൾ ആണ്. അപ്പോൾ ഓൾമോസ്റ്റ് BSc നഴ്സിംഗിന് കഴിഞ്ഞ വർഷം വരെ 2024 വരെ നമുക്ക് ടോട്ടൽ 40ഓളം സീറ്റുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഈ വർഷം 20 സീറ്റും കൂടി ഇൻടേക്ക് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 60 സീറ്റോളാണ് BSc നഴ്സിംഗിന് വരുന്നത്. ഓക്കെ. പിന്നെ ഭാരതി ഫിസിയോതെറാപ്പി കോളേജ് ഉണ്ട്. BSc നഴ്സിംഗ് കോളേജിൽ BSc നഴ്സിംഗ് മാത്രമല്ല MSc നഴ്സിംഗും ഉണ്ട്. MSc നഴ്സിംഗ് തന്നെ 4ഓളം സ്പെഷ്യലൈസേഷൻസും ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും ഇവിടെ തന്നെ. പിന്നെ നമുക്ക് ഫിസിയോതെറാപ്പി കോളേജാണ് വരുന്നത്. ഫിസിയോതെറാപ്പി കോളേജ് ഇതുപോലെ തന്നെ BP ടീമുണ്ട്, ബാച്ചലർ ഓഫ് ഫിസിയോതെറാപ്പി. ഇപ്പൊ ഫിസിയോതെറാപ്പി ഇപ്പൊ ഈ വർഷം മുതൽ അത്യാവശ്യം നല്ല ഡിമാൻഡ് ആയിട്ടുണ്ട്. കാരണം ഇപ്പൊ ഈ നീറ്റിന്റെ അണ്ടറിലോട്ട് കൊണ്ടുവരുന്നത് കൊണ്ടും അതുപോലെ തന്നെ മറ്റുള്ള ഡോക്ടർ എന്ന് പറയുന്ന പ്രിഫിക്സ് പേരിന്റെ മുമ്പിൽ ചേർത്താൻ പറ്റുന്നത് കൊണ്ടും ഇപ്പൊ ഈ വർഷമായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ മലയാളി കുട്ടികൾ ഇവിടെ സെലക്ട് ചെയ്യുന്നു. വിദ്യാർത്ഥികളൊക്കെ ഈ വർഷം തൊട്ടാണ് ശരിക്കും ഓരോ കോഴ്സുകളെ പറ്റി മനസ്സിലാക്കുന്നതും പഠിച്ചു വരുന്നതൊക്കെ അല്ലേ? ഫിസിയോതെറാപ്പി എക്സ്പെഷ്യലി. കാരണം ഇവിടെ ഇപ്പൊ ഓൾമോസ്റ്റ് 2019 മുതൽ ഫുള്ള് മലയാളികളാണ്. കാരണം നമുക്ക് ഫിസിയോതെറാപ്പി കോളേജ്, അലൈഡ് ഹെൽത്ത് സയൻസ് കോളേജ്, നഴ്സിംഗ് കോളേജ് 2019 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2019 മുതൽ തന്നെ നമുക്ക് മലയാളി കുട്ടികൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ ശ്രദ്ധിച്ചു, ഓൾമോസ്റ്റ് 80% വിദ്യാർത്ഥികളും മലയാളീസ് ആണ് ഇവിടെ. കറക്റ്റ് ലൊക്കേഷനെ പറ്റിയിട്ടൊന്ന്. കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ഭാരതി എഡ്യൂക്കേഷൻ ട്രസ്റ്റ് വരുന്നത് മൈസൂരാണ്. നമുക്ക് ബേസിക്കലി നമ്മൾ പറയുന്നത് മൈസൂരാണ്. കാരണം മൈസൂരിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 1 ഹവറോളം യാത്ര ചെയ്യാനുണ്ട് ഭാരതി എഡ്യൂക്കേഷൻ ട്രസ്റ്റിലോട്ട്. കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് ഭാരതി നഗര എന്ന് പറയുന്ന ലൊക്കേഷനാണ്. ഭാരതി നഗര, ഈ ലൊക്കേഷന്റെ പേര് തന്നെ വന്നത് ഭാരതി എന്ന് പറയുന്ന പേര് കൊണ്ടാണ്. ഈ ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തിന്റെ പേരിലാണ് ഈ സ്ഥലപ്പേര് അറിയപ്പെടുന്നത്. ഭാരതി നഗര എന്ന് പറയും. KM Doddi ആണ് വരുന്നത്. മണ്ഡ്യ ഡിസ്ട്രിക്റ്റിലാണ് വരുന്നത്. കാരണം നമ്മൾ നിയർ ബൈ ആയിട്ടുള്ള ഒരു സിറ്റി എന്ന് പറയുന്നത് മൈസൂരാണ്. കാരണം മൈസൂരിൽ നിന്ന് ഏകദേശം ഒരു 1 ഹവറേ യാത്ര വരുന്നുള്ളൂ.
നമ്മൾ കോഴിക്കോട് എയർപോർട്ട് എന്ന് പറയുന്നത് എയർപോർട്ട് വരുന്ന മലപ്പുറം ജില്ലയാണ്. അതേപോലെ തന്നെയാണ് ഇത് വരുന്നത്. പിന്നെ നിയറസ്റ്റ് ഇപ്പൊ ആക്സസിബിലിറ്റി ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാല് മൈസൂർ ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ കുട്ടികൾ വരുന്നത് മലബാർ ഏരിയ എന്ന് പറയുമ്പോൾ മലപ്പുറത്ത് നിന്ന് ഒത്തിരി കുട്ടികൾ പഠിക്കുന്നുണ്ട്. മലപ്പുറം, വയനാട്, കോഴിക്കോട്, കണ്ണൂര് ഈ ജില്ലകളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ചൂസ് ചെയ്യുന്നത്. കാരണം ഒന്നാമത്തെ കാരണം അവർക്ക് ഇങ്ങോട്ടേക്ക് ആക്സസ് ചെയ്യാൻ ഭയങ്കര സിമ്പിൾ ആണ്. കാരണം 4-5 മണിക്കൂർ കൊണ്ട് ഇങ്ങോട്ടേക്ക് എത്താൻ പറ്റും, കോളേജിലോട്ട് എത്താൻ പറ്റും ഈ 4 ജില്ലകളിൽ നിന്ന്. അതുകൊണ്ട് തന്നെ മൈസൂരിൽ നിന്ന് ഇപ്പൊ എപ്പോഴും ഭാരതി നഗര വഴി ബസ് ഉണ്ടാവും, ബസ് സർവീസസ് ഉണ്ടാവും. കോളേജിന്റെ ഗേറ്റിന്റെ ഫ്രണ്ടിൽ തന്നെയാണ് ബസ് സ്റ്റോപ്പ് വരുന്നത്. ഭാരതി നഗരയുടെ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾക്കും നാട്ടിൽ പോകാൻ വേണ്ടിയിട്ടാണെങ്കിലും ഒരു ബുദ്ധിമുട്ടില്ല. ഒരവർ നമ്മൾ കൂടുതൽ യാത്ര ചെയ്യണം മൈസൂർക്ക്, അത്രേ ഉള്ളൂ. പക്ഷെ എന്നാലും നല്ലൊരു സ്ഥാപനത്തിൽ പഠിക്കാം എന്നുള്ളതാണ്. പിന്നെ നമുക്ക് തിരുവനന്തപുരം, അതുപോലെ തന്നെ കൊല്ലം, കോട്ടയം ആ ഭാഗത്തു നിന്നൊക്കെ പിള്ളേരുണ്ട് കേട്ടോ. ഇല്ലാന്നല്ല, കൂടുതലും പിള്ളേര് മലബാറിലാണ്. അപ്പൊ ആ ഭാഗത്തു നിന്ന് വരുന്ന കുട്ടികൾ കൂടുതലും ആക്സസ് ചെയ്യുന്നത് റെയിൽവേ കണക്ടിവിറ്റി ആണ്. അപ്പൊ ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ അപ്പുറത്താണ് മധൂർ റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. അതുപോലെ തന്നെ മണ്ഡ്യ റെയിൽവേ സ്റ്റേഷനും വരുന്നുണ്ട്. ഈ 2 റെയിൽവേ സ്റ്റേഷനും നാട്ടിലോട്ട് ബാംഗ്ലൂർ വഴി നമുക്ക് തമിഴ്നാട്, പാലക്കാട് വഴി നാട്ടിലോട്ടുള്ള ട്രെയിൻ അവൈലബിൾ ആണ്. ഡെയിലി ട്രെയിൻ സർവീസ് ഉണ്ട്. അപ്പോൾ അതിങ്ങനെ ട്രാൻസ്പോർട്ടേഷന് ഇങ്ങനെ ഒരു പ്രത്യേക ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും. അവരുടെ ഹോസ്റ്റലിന്റെ കാര്യം, ഹോസ്റ്റല് നമുക്ക് ക്യാമ്പസിന്റെ അകത്ത് തന്നെയാണ് ബോയ്സിന്റെ ഹോസ്റ്റലും ഗേൾസിന്റെ ഹോസ്റ്റലും വരുന്നത്. അത് കോളേജിന്റെ തന്നെ ഹോസ്റ്റലാണ്. അപ്പോ ഹോസ്റ്റലിൽ നിൽക്കണം എന്നുള്ള നിർബന്ധമാണ്. ഹോസ്റ്റലിൽ നിൽക്കണം എന്നുള്ളത് മാൻഡേറ്ററി അല്ല. കാരണം പിള്ളേർക്ക് വേണമെന്നുണ്ടെങ്കിൽ പുറത്ത് നിൽക്കാം. അപ്പൊ നമ്മളെപ്പോഴും പ്രിഫർ ചെയ്യുന്നത് കോളേജ് ഹോസ്റ്റലാണ്. ക്യാമ്പസിന്റെ അകത്ത് തന്നെ വരുന്ന ഹോസ്റ്റലാണ്. സേഫ് ആണ്, സെക്യൂർ ആണ്. ഇപ്പൊ ഞമ്മക്കാണെന്നുണ്ടെങ്കിലും ഒന്ന് ടേക്ക് കെയർ ചെയ്യാൻ പറ്റും, കാര്യങ്ങൾ നോക്കാൻ പറ്റും. പക്ഷെ പുറത്ത് നിൽക്കുമ്പോൾ ഇത് ആരെ എവിടെ നിൽക്കുന്നത്, എങ്ങനെയാണ്, അവരുടെ സേഫ്റ്റി എത്രത്തോളം ഉണ്ട് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല. അത് കോളേജിന്റെ റെസ്പോൺസിബിലിറ്റി അല്ല. അപ്പൊ നമ്മൾ കോളേജിന്റെ ഭാഗത്ത് നിന്ന് നിൽക്കുമ്പോൾ നമ്മൾ കോളേജ് ഹോസ്റ്റലാണ് കൂടുതലും റെക്കമെൻഡ് ചെയ്യുക. കേരള ഫുഡും കേരള അക്കോമഡേഷനും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. പിന്നെ മലബാർ ഏരിയത്തെ ടൈപ്പ് ഓഫ് ഫുഡ് ആയിരിക്കും നമ്മൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. നോൺ വെജും ഉണ്ട്, ആഴ്ചയിൽ 2 ദിവസം നോൺ വെജ് ഉണ്ട്. പിന്നെ ഹോസ്റ്റല് പക്കയാണ്. എല്ലാ ഹോസ്റ്റൽ പോലെ തന്നെ ഒരു റൂമിൽ 3 പേരായിരിക്കും ഉണ്ടാവുക. കാര്യങ്ങൾ പിന്നെ നമ്മൾ എങ്ങനെ പറയാം, ഇപ്പം നിങ്ങൾ നേരത്തെ കുറച്ച് കോഴ്സുകളെ പറ്റി, ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സുകളെ പറ്റി പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ കുറച്ച് കോഴ്സുകൾ ഏതൊക്കെയായിരിക്കും മെയിൻലി? ഇപ്പോൾ ഭാരതി എഡ്യൂക്കേഷൻ ട്രസ്റ്റ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ അണ്ടറിൽ വരുന്നതിൽ ഏറ്റവും നല്ല ഡിമാൻഡിങ് ആയിട്ടുള്ള പ്രോഗ്രാമുകൾ എന്ന് പറയുമ്പോൾ ഫാർമസിയാണ്. കാരണം ഫാർമസി 1985-86 കാലഘട്ടത്തിലാണ് ഫാർമസി തുടങ്ങിയത്. കർണാടകയിൽ ആദ്യമായിട്ട് അല്ലേ? കർണാടകത്തിൽ ആ സമയത്തൊന്നും അധികം ഫാർമസി കോളേജുകളില്ല. ആ സമയത്ത് ആദ്യമായിട്ട് ഫാർമസി കോളേജ് തുടങ്ങിയതിൽ വെച്ചിട്ട് ഏറ്റവും ടോപ്പ് സ്ഥാപനമായിരുന്നു. പിന്നെ 1985, ഇന്നേക്കൊക്കെ ഇപ്പൊ 40 വർഷമായി. 2025 ഏകദേശം 40 വർഷമായിട്ട് ഇവിടെ ഫാർമസി ഉണ്ട്. ഫാർമസിയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ മലയാളി കുട്ടികൾ നോക്കി വരുന്നത് ഫാം ഡി എന്ന് പറയുന്ന കോഴ്സിനാണ്. ഡോക്ടർ ഓഫ് ഫാർമസി ഉണ്ട്, ബി ഫാമും ഉണ്ട്. ബി ഫാം ഇല്ല എന്ന് പറയുന്നില്ല, കാരണം ഫാം ഡി കുറച്ചും കൂടി ഫീസ് കുറവാണ്. നാട്ടിൽ പഠിക്കുന്നതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ കുറച്ചും കൂടി ഫീസ് ഇളവുണ്ടാവും. അതുകൊണ്ടാണ് കൂടുതൽ കുട്ടികളും ഫാം ഡി ഇങ്ങോട്ടേക്ക് സെലക്ട് ചെയ്ത് വരുന്നത്. പിന്നെ ബി ഫാം കഴിഞ്ഞതിന് ശേഷം എം ഫാം പഠിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് ഒത്തിരി മലയാളി കുട്ടികൾ വരുന്നുണ്ട്, എം ഫാം പഠിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ബി ഫാമിനും അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്ട്രെങ്ത് ഓഫ് മലയാളീസ് ഇവിടെ പഠിക്കുന്നുണ്ട്. ഇങ്ങനെ ഫാർമസിയാണ് ഒന്നാമത്തെ ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത്. പിന്നെ ഹെൽത്ത് സയൻസ് മേഖലയിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ടോട്ടൽ 6 പ്രോഗ്രാമുകളാണുള്ളത്. ഒന്ന് കാർഡിയാക് കെയർ ടെക്നോളജി എന്ന് പറയുന്ന പ്രോഗ്രാം ഉണ്ട്. 2 മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി എന്ന് പറയുന്ന പ്രോഗ്രാം, MIT എന്ന് പറയുന്ന പ്രോഗ്രാം ഉണ്ട്. മെഡിക്കൽ ലാബ് ടെക്നോളജി എന്ന് പറയുന്ന പ്രോഗ്രാം ഉണ്ട്. റീനൽ ഡയാലിസിസ് ടെക്നോളജി എന്ന് പറയുന്ന പ്രോഗ്രാം ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് പെർഫ്യൂഷൻ ടെക്നോളജി ഇപ്പോൾ ഈ വർഷം തുടങ്ങിയതാണ്. പെർഫ്യൂഷൻ ടെക്നോളജി എന്ന് പറയുന്ന പ്രോഗ്രാം ഉണ്ട്. പിന്നെ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി ആൻഡ് അനസ്തീഷ്യ ടെക്നോളജി എന്ന് പറയുന്ന പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ ഈ പ്രോഗ്രാമൊക്കെ കൊടുക്കുന്നത് ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയാണ്. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് തന്നെയാണ് സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് അലൈഡ് ഹെൽത്ത് സയൻസ് പ്രോഗ്രാമുകൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് 2019 അപ്പോൾ 2023 അവിടെ പാസ് ഔട്ട് ആയി തുടങ്ങി. ഇതിപ്പോൾ 2025 ഇന്നേക്ക് ഏകദേശം ഒരു 6-7 വർഷത്തോളമായിട്ട് നമുക്ക് പ്രോഗ്രാമുകൾ ഇവിടെ സ്റ്റിൽ റണ്ണിങ് ആണ്. പിന്നെ ഇവിടേക്ക് അവർക്ക് ഓൺ ഹോസ്പിറ്റൽ ഉണ്ടോ? തീർച്ചയായിട്ടും. നമുക്ക് 2018 നമ്മുടെ ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്നത് ആസ്റ്റർ ആയിട്ട് ടൈപ്പ് ആണ്. ആസ്റ്റർ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ കേരളത്തില് ഒത്തിരി ബ്രാഞ്ചസ് ഉള്ള ആസ്റ്റർ മിഡ് സിറ്റി എറണാകുളം, ആസ്റ്റർ മിംസ് കോഴിക്കോട്, അതുപോലെ തന്നെ ആസ്റ്റർ
ഇങ്ങനെ ഒത്തിരി ബ്രാഞ്ചസ്. ഇപ്പൊ എന്താ പറയാ, നഴ്സിംഗ് ഒക്കെ പഠിച്ചു കഴിഞ്ഞ വിദ്യാർത്ഥികൾ എപ്പോഴും അവർക്കൊരു സ്വപ്നമാണ് അവിടെയൊക്കെ ഒന്ന് വർക്ക് ചെയ്യാൻ കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ളത്. നമുക്ക് ഏകദേശം 400ഓളം ബെഡഡ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് നമുക്ക് വരുന്നത്. അതായത് നമുക്ക് അത് മാത്രമല്ല, ഇവിടുന്ന് ആകെ 10 മിനിറ്റ് മാണ്ഡ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലോട്ടുള്ളൂ, മിംസ് ഹോസ്പിറ്റല്. അപ്പൊ ഇവിടെ ഫിസിയോതെറാപ്പി, അലൈഡ് പോലുള്ള കോഴ്സുകൾ, ഫാംഡി ഒക്കെ പഠിക്കുന്ന കുട്ടികളെ നമ്മൾ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലോട്ടും എക്സ്പോഷറും കിട്ടും കൂടുതൽ. ഇത് പ്രൈവറ്റ് സ്ഥാപനമാണ്. അപ്പൊ പ്രൈവറ്റ് സ്ഥാപനത്തിൽ വരുന്ന പോലെയല്ല ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിൽ അപ്പൊ പേഷ്യൻസിന്റെ കൗണ്ട് നോക്കുമ്പോൾ ഒന്നും കൂടി ക്ലിനിക്കൽ എക്സ്പോഷർ കിട്ടാൻ വേണ്ടിയിട്ട് അവർ അവിടെയും കൊണ്ടുപോകും. നമ്മുടെ ഭാരതിയുടെ ക്യാമ്പസിനെ പറ്റിയിട്ട് വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങളത്? തീർച്ചയായിട്ടും ക്യാമ്പസിനെ കുറിച്ചിട്ട് നമ്മളിത് വൈഡ് ആയിട്ടുള്ള ഒരു ക്യാമ്പസ് ആണ്. ഇപ്പൊ ഈ കർണാടകത്തിലോട്ടൊക്കെ വരുന്ന പല കുട്ടികളും ഫേസ് ചെയ്യുന്നത് ഒരു ക്യാമ്പസ് ലൈഫ് എന്ന് പറയുന്നത് വളരെ ചുരുക്കം കോളേജസിന് മാത്രമേ ഉള്ളൂ. ഒരു പെട്ടിക്കൂടി ടൈപ്പ് കോളേജസ് ആണ് കർണാടകത്തിൽ കൂടുതലും ഉള്ളത്. എസ്പെഷ്യലി നമ്മൾ മെഡിക്കൽ ഫീൽഡ്, നഴ്സിംഗ് കോളേജൊക്കെ, ചില കോളേജസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ഇത് കോളേജ് ആണോ എന്ന് വരെ നമ്മൾ ചോദിച്ചു പോകും. ഇത് എന്ന് പറയുന്നത്, ഭാരതി എന്ന് പറയുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് ആണ്. ക്യാമ്പസ് എന്ന് പറയുന്നത് നോക്കുമ്പോൾ, കാരണം ഇതൊരു വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഒരു കോമ്പൗണ്ടിന്റെ ഉള്ളിൽ തന്നെ ഒരുപാട് ക്യാമ്പസുകളാണ് വരുന്നത്. ഹോസ്റ്റലിൽ നിന്ന് തുടങ്ങാം. ഗേൾസ് ഹോസ്റ്റലുണ്ട്, ബോയ്സ് ഹോസ്റ്റലുണ്ട്, പിന്നെ ഇവിടുത്തെ എംപ്ലോയേഴ്സ് നിൽക്കുന്ന ഹോസ്റ്റലുണ്ട്. 3 ഹോസ്റ്റൽ ഇതിന്റെ അകത്ത് തന്നെ ഉണ്ട്. പിന്നെ എഞ്ചിനീയറിംഗ് ക്യാമ്പസ്, നമ്മുടെ തൊട്ട് ബാക്കിൽ കാണുന്നത് എഞ്ചിനീയറിംഗ് ക്യാമ്പസ് ആണ്. അതുപോലെ തന്നെ ഭാരതി എഡ്യൂക്കേഷൻ ട്രസ്റ്റ് ഓഫീസ് വരുന്നുണ്ട്, അപ്പുറത്ത് പോളിടെക്നിക് കോളേജ് വരുന്നുണ്ട്, ഫാർമസി കോളേജ് വരുന്നുണ്ട്. ഫാർമസി കോളേജിന്റെ തൊട്ടപ്പുറത്ത് ലോ കോളേജ് വന്നു. പിന്നെ നമുക്ക് സ്കൂളിംഗ് ആണ് വരുന്നത്. LKG മുതൽ +2 വരെയുള്ള സ്കൂളിംഗ് സംവിധാനം ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഡിഗ്രി കോളേജ് വരുന്നുണ്ട്, ഡിഗ്രി കോളേജും വരുന്നുണ്ട്, നഴ്സിംഗ് കോളേജ് വരുന്നുണ്ട്, അലൈഡ് ഹെൽത്ത് സയൻസ് പ്രോഗ്രാം ഉള്ള കോളേജ് വരുന്നുണ്ട്. BNYS, ബാച്ചുലർ ഓഫ് നാച്ചുറോപ്പതി ആൻഡ് യോഗിക് സയൻസ്, വിട്ടുപോയതാണ്. കാരണം അത് നോർത്ത് നിന്നൊക്കെ ഒത്തിരി കുട്ടികൾ വന്ന് പഠിക്കും. 40 സീറ്റാണ് നമുക്ക് ടോട്ടൽ BNYS ഉള്ളത്. BNYS കഴിഞ്ഞതിന് ശേഷം മാസ്റ്റേഴ്സ് PG പ്രോഗ്രാമും ഇവിടെ BNYS എന്ന് പറയുന്നത് നീറ്റ് എഴുതാതെ നമുക്ക് ഡോക്ടർ ആവാൻ പറ്റുന്ന നാച്ചുറോപ്പതി ആൻഡ് യോഗിക് സയൻസ്. പിന്നെ അതുപോലെ തന്നെ ഫിസിയോതെറാപ്പിയുടെ കോളേജും വരുന്നുണ്ട്. ഇത്രയും ക്യാമ്പസുകളാണ് നമ്മുടെ ഒറ്റ കോളേജിന്റെ ഉള്ളിൽ, അതായത് ഒരു കോമ്പൗണ്ടിന്റെ ഉള്ളിൽ വരുന്നത്. റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും ഉണ്ട്, ഫാർമസിയില് റിസർച്ച് കോളേജും ഉണ്ട്. ഇപ്പം എന്താ പറയാ, നാട്ടിൽ നിന്നും ഇപ്പൊ കേരളത്തിൽ പഠിക്കാണ്ട് കേരളത്തിന് പുറത്ത് ഇപ്പൊ ബാംഗ്ലൂര് ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ മൈസൂർ ഇവിടെയൊക്കെ വന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ വിദ്യാർത്ഥികൾക്ക് എങ്ങനെ നമ്മളത് സജസ്റ്റ് ചെയ്യാം? ഇപ്പൊ അവർക്ക് ബേസിക് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി നോക്കണം. ഇപ്പോൾ നമ്മളെ കോളേജിന്റെ യൂണിവേഴ്സിറ്റി വരുന്നത് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് ആണ്. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിന്റെ അപ്രൂവൽ ഉള്ള കോളേജ്, അതൊരു ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയാണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഇന്ത്യയിൽ തന്നെ ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റിയാണ്. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിന്റെ അണ്ടറിലാണ് ഫാർമസി, ഫിസിയോതെറാപ്പി, പിന്നെ MPT നഴ്സിംഗ്, MSc നഴ്സിംഗ്, അലൈഡ് ഹെൽത്ത് സയൻസ്, അതിന്റെ MSc പ്രോഗ്രാം, BNYS ഒക്കെ വരുന്നത് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലാണ്. അത് ശ്രദ്ധിക്കണം. രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് വേണ്ടത്ര ഫാക്കൽറ്റീസ് പഠിപ്പിക്കാനുണ്ടോ എന്നുള്ളതാണ്. കാരണം നമുക്ക് യൂണിവേഴ്സിറ്റി അപ്രൂവൽ മാത്രം പോരാ, ഇതിന്റെ സബ്ജക്റ്റുകളും ഡീറ്റെയിൽസും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കാനുള്ള വേണ്ടത്ര കഴിവുള്ള ടീച്ചേഴ്സും ഇതിന് നിർബന്ധമാണ്. പിന്നെ ഹോസ്റ്റൽ സംവിധാനം, പിള്ളേർ എത്രത്തോളം സേഫ്റ്റി ആണെന്ന് നോക്കണം. കാരണം കേരളത്തിൽ നിന്ന് ഏകദേശം അത്യാവശ്യം നല്ല കിലോമീറ്റർ ദൂരെ വന്നിട്ടാണ് ഇവർ പഠിക്കുന്നത്. പഠിക്കുന്ന സമയത്ത് പാരന്റ്സിന് എത്രത്തോളം നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, കാരണം പാരന്റ്സ് കിലോമീറ്ററുകൾ അപ്പുറത്ത് കിടക്കുന്ന ഒരു കോളേജിലോട്ട് കുട്ടികളെ ആക്കി കൊടുക്കുമ്പോൾ ആ പാരന്റ്സിന് എപ്പോഴും വന്ന് നോക്കാനോ ചെക്ക് ചെയ്യാനോ പറ്റണമെന്നില്ല. അപ്പൊ ഇവിടെ ഉള്ള ഫാക്കൽറ്റീസും, ഇപ്പൊ നമുക്ക് മലയാളി ടീച്ചേഴ്സും ഉണ്ട് ഇവിടെ. ഏകദേശം ഒരു 20 ടീച്ചേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൊരു 10ഓളം ടീച്ചേഴ്സ്, അതായത് ഈ ഒരു സ്ഥാപനത്തിൽ, അതായത് അലൈഡ് ഹെൽത്ത് സയൻസ്, നഴ്സിംഗ്, ഫിസിയോതെറാപ്പി, അങ്ങനെ മെഡിക്കൽ റിലേറ്റഡ് കോഴ്സുകളിൽ എങ്ങനെ പോയാലും 10-15ഓളം ടീച്ചേഴ്സും മലയാളീസാണ്, പ്യുവർ മലയാളി. കേരളത്തിൽ നിന്ന് ഈ കോളേജിന് അങ്ങനെ ഒരു പ്രത്യേകതയോ, ഇവിടെ വരുന്ന സ്റ്റാഫുകൾ ഭൂരിഭാഗം പേരും മലയാളീസാണ് പഠിപ്പിക്കുന്നത്. അതായത് അവിടെ മലയാളി കുട്ടികളാണ് കൂടുതലും പഠിക്കുന്നത്. പിന്നെ എഞ്ചിനീയറിംഗ്, പോളിടെക്നിക്, DPharm, ഡിപ്ലോമ ഫാർമസി, അതുപോലെ തന്നെ ഡിഗ്രി കോളേജ്, ഇവിടെയൊക്കെ കൂടുതലും ഇവിടുത്തെ ലോക്കൽ സ്റ്റുഡൻസ് ആണുള്ളത്. മെഡിക്കൽ കോഴ്സസിനാണ് കൂടുതലും മലയാളി സ്റ്റുഡൻസ് സെലക്ട് ചെയ്യുന്നത്. പിന്നെ ഫാംഡി അത്യാവശ്യം നല്ല ഡിമാൻഡ് ഉണ്ട് നമുക്കിപ്പോൾ. ഫാംഡി, BPharm അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ ഫിസിയോതെറാപ്പി ഈ വർഷം മുതൽ നമുക്ക് കുറച്ചും കൂടി ഡിമാൻഡ് കൂടി. കാരണം മറ്റേ സർക്കുലർ വന്നല്ലോ, ഫിസിയോതെറാപ്പി പഠിച്ചിറങ്ങിയ ഡോക്ടർ ആവാം എന്നുള്ളൊരു സർക്കുലർ വന്നതുകൊണ്ട് അത്യാവശ്യം നല്ല സീറ്റ് എൻറോൾ ചെയ്യുന്നുണ്ട്.
അപ്പം ഇങ്ങോട്ടൊരു വിദ്യാർത്ഥി വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എങ്ങനെയാണ് അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ? അഡ്മിഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് ബേസിക് ആയിട്ട് പറയാനുള്ളത്, നഴ്സിംഗിന്റെ കാര്യം നോക്കുമ്പോൾ നഴ്സിംഗിന് KCET എക്സാം മാൻഡേറ്ററി ആണ്. കാരണം മെറിറ്റ് സീറ്റ് മൊത്തം പോകുന്നത് KEA-CET ത്രൂ ആണ്. പിന്നെ മാനേജ്മെന്റ് കോട്ടയിൽ നമുക്ക് ഏതാനും സീറ്റുകളുണ്ട്. ആ മാനേജ്മെന്റ് സീറ്റുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് കോളേജിലോട്ട് വരികയാണെന്നുണ്ടെങ്കിലും അവർക്ക് സീറ്റ് എടുക്കാവുന്നതാണ്. അലൈഡ് ഹെൽത്ത് സയൻസ് പ്രോഗ്രാമുകളിലും ഇതുപോലെ തന്നെയാണ് മാനേജ്മെന്റ് സീറ്റുകളാണുള്ളത്. വേറെ എൻട്രൻസ് എക്സാംസോ കാര്യങ്ങളൊന്നുമില്ല. യൂണിവേഴ്സിറ്റി നിർദ്ദേശിച്ചിട്ടുള്ള ബേസിക് ക്രൈറ്റീരിയാസ് എന്ത് ചെയ്താൽ മതി, ടേക്കപ്പ് ചെയ്താൽ മതി. കാരണം അറൗണ്ട് ഒരു 45-50% മാർക്കുള്ള കുട്ടികൾക്ക് വരെ സീറ്റ് എടുക്കാൻ പറ്റും. പക്ഷെ അവരെ എത്രത്തോളം പഠിച്ച് പാസ്സാവും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. എസ്പെഷ്യലി അലൈഡ് കോഴ്സുകളും നഴ്സിംഗ് ഒക്കെ പഠിക്കാനും അത്യാവശ്യം നല്ല ടഫാണ്. അപ്പോൾ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള ഈ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ അമൽ സാറും ഞങ്ങളും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും.